വരുമാനം കണക്കാക്കിയിട്ടില്ല. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി VD സതീശന്റെ ഉറപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രായഭേദമന്യേ മുഴുവൻ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കും അന്യ സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്കും പൂർണ്ണമായും സൗജന്യമായി ബസ് യാത്ര UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ 5 ഗ്യാരണ്ടികളിലെ മുഖ്യ ഗ്യാരണ്ടി ആയിട്ടുള്ള സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ ആദ്യഘട്ടം തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഓർഡിനറി ബസ്സുകളിലും പ്രായഭേദമന്യേ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യമായി ഇനി യാത്ര ചെയ്യാം. കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ ഇവിടെ എന്തെങ്കിലും ജോലി ആവശ്യമോ മറ്റോ ഇവിടെ ഉണ്ട് എങ്കിൽ അവർക്കും സൗജന്യമായിട്ട് ഇനി യാത്ര ചെയ്യാവുന്നതാണ്. പ്രിയദർശിനി എന്ന് പേരിട്ടുള്ള പദ്ധതിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 8:30 തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഓരോ പ്രദേശങ്ങളിലും അതാത് ജനപ്രതിനിധികളും ലോക്കൽ ബോഡി ജനപ്രതിനിധികളും ചേർന്ന് പദ്ധതിയുടെ വിപുലമായിട്ടുള്ള കേരളമൊട്ടാകെയുള്ള വിപുലമായിട്ടുള്ള ഉദ്ഘാടന പരിപാടികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തരം വാഹനങ്ങളിൽ ഭൂരിഭാഗം വാഹനങ്ങളിലും ഡ്രൈവറും കണ്ടക്ടറും വനിതകൾ തന്നെയായിരിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 3125 ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് പദ്ധതി നടപ്പിലാകുന്നത്. മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണ്. അത് പരിഹരിക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം. 100 ദിവസത്തിന് ശേഷം മറ്റ് KSRTC ബസ്സുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. പദ്ധതിയിലേക്ക് കൂടുതൽ തുക ബജറ്റിൽ വകയിരുത്തും. നിലവിൽ ഈ പദ്ധതി പ്രകാരം KSRTCക്ക് കൂടുതൽ തുക സംസ്ഥാന സർക്കാർ അനുവദിക്കേണ്ടി വരും. ഇതൊരു നഷ്ടമോ ലാഭമോ നോക്കിയല്ല പദ്ധതി നടപ്പിലാക്കുന്നത് എന്നും ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് എന്നും ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ വരുമാനത്തിൽ 20% വർധനവ് ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളാണ്. വലിയ പ്രഖ്യാപനങ്ങൾ 19-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വനിതകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും തുടങ്ങുന്നതോടൊപ്പം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള 1000 രൂപ അത് എല്ലാ മാസവും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത ഈടുരഹിത വായ്പ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയും ലഭിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നമുക്കറിയാം ഇപ്പോൾ 2 മാസത്തേത് കുടിശ്ശികയാണ്. റായി സർക്കാർ ഭരണത്തിന്റെ അവസാന നാളുകളിൽ കൊണ്ടുവരികയും ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം വിതരണം ചെയ്ത് നിർത്തലാക്കുകയും ചെയ്ത പദ്ധതിയാണിത്. തുടങ്ങാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. സൈറ്റ് ആക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം. ഗതാഗത പെൻഷൻ വാങ്ങുന്ന ആളുകൾ രേഖാസമർപ്പണം മറക്കരുത്. ഒരു വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ മാർച്ചിന് മുമ്പ് അത് നൽകിയിട്ടില്ല എങ്കിൽ ജൂൺ 30 വരെ അതിനുള്ള അവസരമുണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുതിയ മസ്റ്ററിങ്ങിന്റെ കാലമാണ് ഈ ഒരു സമയം എന്നുള്ളത്. പക്ഷേ ഇതുവരെ സംസ്ഥാന സർക്കാർ മസ്റ്ററിങ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം നൽകിയാൽ മതി. 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നൽകേണ്ടതില്ല. ഒറ്റ പ്രാവശ്യവും ആവശ്യപ്പെട്ടിട്ട് നൽകാത്തവർ മാത്രമാണ് അത് നൽകേണ്ടത്. 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവരാരും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കുകയാണ് എങ്കിൽ ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 13,665 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 1,09,320 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.